70 അംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 5-നാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഫെബ്രുവരി 8-ന് നടക്കും. ഈ മാസം 17-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. We will start, it's a single phase election. Date of notification will be 10th of January, Friday. Last date of making nomination will be 17th of January. Scrutiny on 18th of January. Withdrawal 20th. These are the statutory periods of time which is given. Date of poll is 5th and counting is 8th, and 5th again we have very deliberately kept Wednesday. Entire election process after counting will be complete by 10th. ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി ജിസ് ജോർജ്, ഒരു മാസത്തിൽ താഴെയേ സമയമുള്ളൂ ഫെബ്രുവരി 5-ാം തീയതി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിക്കാൻ. സ്വാഭാവികമായിട്ടും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് രാഷ്ട്രം ഉണർന്നിരിക്കുന്നു എന്ന് പറയാം. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി മുതൽ വോട്ടിംഗ് പ്രക്രിയ പൂർണ്ണമാവുന്നത് വരെയുള്ള തീയതികൾ എന്തൊക്കെയാണ് ആന്റണി ജിസ് ജോർജ്? തീർച്ചയായും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ളത്. പ്രചാരണത്തിനടക്കം വളരെ കുറച്ച് സമയങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. കാരണം 10-ാം തീയതിയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങുന്നത്. അന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും. അന്ന് മുതൽ ഈ മാസം 17 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയും. 20-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പിന്നീട് സൂക്ഷ്മ പരിശോധനയും നടക്കും. അങ്ങനെ ഫെബ്രുവരി 5-ന് ഒറ്റഘട്ടമായി 70 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഫെബ്രുവരി 8-ന് വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യും. അങ്ങനെ വളരെ കുറച്ച് സമയം മാത്രമാണ് ഇനി ഈ വോട്ടെടുപ്പിന് ഡൽഹിയിലുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് BJPയും ആം ആദ്മി പാർട്ടിയും ഒക്കെ കടന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അവിടെ എത്തി പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടികൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ഊർജിതമാക്കുകയാണ്. ഈ 1.5 കോടി വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത്. 13,033 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും അവിടെ നിലവിൽ സജ്ജമാണ്. ഒറ്റഘട്ടമായി ഫെബ്രുവരി 5-ന് ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കും. ഫെബ്രുവരി 8-ന് വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യും. ഈ ജനുവരി 10-ന് വിജ്ഞാപനം ഇറങ്ങും. 17 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 20-ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയുമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി ഡൽഹി പുതിയ ഒരു ആവേശപരമായ മത്സരത്തിലേക്ക് പോവുകയാണ്. തലസ്ഥാനത്ത് നടക്കുന്ന മത്സരമാണ്. നമുക്കറിയാം, മഹാരാഷ്ട്രയും ജാർഖണ്ഡും കഴിഞ്ഞുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിയമസഭയിലേക്ക് നടക്കുന്നത്. കാരണം അവർക്ക് 3-ാം തവണ അധികാരം ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന ആം ആദ്മി പാർട്ടി നിരവധി വെല്ലുവിളികൾ കണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. BJP ഇത്തവണ കൂടുതൽ ഈ അഴിമതി അടക്കമുള്ള ആം ആദ്മി പാർട്ടിക്കെതിരെ ഉയർന്ന കാര്യങ്ങൾ അതെല്ലാം അനുകൂലമാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ BJPയും അംഗത്തിന് ഇറങ്ങുകയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിട്ട് ആം ആദ്മി പാർട്ടി ഈ കഴിഞ്ഞ നാളുകളിലുടനീളം അവർ നേരിട്ട വെല്ലുവിളികൾ, അതിജീവിച്ച കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിട്ടുള്ള ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 10 വർഷത്തെ അവരുടെ പ്രകടനം തിളക്കമാർന്ന ട്രാക്ക് റെക്കോർഡാണ് എന്നാണ് ആം ആദ്മി പാർട്ടി അവകാശപ്പെടുന്നത്. പുറമേ നിന്ന് നിരീക്ഷിക്കുന്ന നിരീക്ഷകരിൽ പലരും അത് ശരിയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അവർ വികസനത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടാണ് വോട്ട് തേടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ തന്നെ അതിനു മുമ്പും ഈ കഴിഞ്ഞ നിമിഷം വരെയും ആം ആദ്മി പാർട്ടി നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാളിനെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള പരിഹാസങ്ങൾ ഉയർത്തുമ്പോൾ അതിന് മറുപടിയായിട്ട് ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുക, ഭരണത്തിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മറുപടി പറയുന്നത്. ഏത് രീതിയിലായിരിക്കും ഇനി ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് തീയതി പ്രഖ്യാപിച്ചത് കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ അത് കൂടുതൽ മൂർധന്യത്തിലേക്ക് പോകാൻ സാധ്യത, ആന്റണി ജിസ് ജോർജ്?
BJP ആണെങ്കിലും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ആണെങ്കിലും ഡൽഹിയിലെ വികസനം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആം ആദ്മി പാർട്ടി തങ്ങൾ ഈ രണ്ട് ടേമുകളിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് വോട്ടെടുപ്പ്, വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും അടക്കം നിരവധി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികളൊക്കെ ആം ആദ്മി പാർട്ടി അവിടെ കഴിഞ്ഞ രണ്ട് സർക്കാരുകളിൽ നടപ്പാക്കിയിരുന്നു. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു പ്രചരണമാണ് അവർ നടത്തുന്നത്. മാത്രമല്ല ഈ വേട്ടയാടൽ, CBI അടക്കമുള്ള ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ അടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത് CBIയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരേ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്ന ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മോദി സർക്കാർ, BJP സർക്കാർ ഈ സർക്കാരിനെ വേട്ടയാടുകയാണെന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഈ ഇറങ്ങിയ ഘട്ടം മുതൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരുന്നത്. ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ രണ്ട് സർക്കാരുകൾ ഡൽഹിയിൽ കൊണ്ടുവന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. കൃത്യമായിട്ടും ആം ആദ്മി പാർട്ടി ഏത് രീതിയിലാണ് ഇപ്പോൾ വോട്ട് തേടിക്കൊണ്ടിരിക്കുന്നത് എന്നത് സൂചിപ്പിക്കുകയായിരുന്നു. കൃത്യമായിട്ടും അത് ശരിയുമാണ്. അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ പ്രധാനമായിട്ടും വ്യാജ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ജയിലിലടച്ചുകൊണ്ട് ഏതാണ്ട് എല്ലാ MLA-മാർക്കുമെതിരെ നൂറുകണക്കിന് കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ അഴിച്ചുവിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് കേന്ദ്രം നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരിലൂടെ മുഴുവൻ ഭരണ സംവിധാനങ്ങളും ഹൈജാക്ക് ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളെ അട്ടിമറിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്, അല്ലേ? ഇതിനെ ഏത് രീതിയിലാണ് ഖണ്ഡിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അടക്കമുള്ളവർ അതിനെ ഖണ്ഡിക്കുന്നത് ഏത് രീതിയിലാണ് ആന്റണി ജോർജ്? BJPക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നേരിട്ട് കളത്തിലിറങ്ങിയിട്ടുള്ളത്. അവിടെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രി 12,200 കോടി രൂപയുടെ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രത്യേകിച്ച് ഈ വികസന മുരടിപ്പ് ഉണ്ടാകുന്നു ഡൽഹിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി BJP ഉന്നയിക്കുന്നത്. ഈ രണ്ട് സർക്കാരുകളുടെ കാലത്തും ഒരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും BJP ഉന്നയിക്കുന്ന ആരോപണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു BJP നേതാവ് രമേശ് ബിദൂരി പ്രിയങ്ക ഗാന്ധിയുമായി ഉപമിച്ച് നടത്തിയ ഒരു പ്രസ്താവന പോലും ഈ ആം ആദ്മി പാർട്ടിയുടെ വികസനത്തെ ചൂണ്ടിക്കാട്ടിയുള്ളതായിരുന്നു. റോഡുകളുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതായിരുന്നു. അങ്ങനെ വികസനം ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല. മറിച്ച് അഴിമതി മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം, മുഖ്യമന്ത്രി അടക്കം ഈ അഴിമതിയുടെ ഭാഗമായി നടന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ ലാളിത്യമൊക്കെ പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ഏതാണ്ട് 1.5 കോടി രൂപയ്ക്ക് മുകളിൽ മുടക്കി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ BJP അവിടെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദിയും കഴിഞ്ഞ ദിവസം ആരോപണങ്ങൾ ഉന്നയിക്കുകയും അരവിന്ദ് കെജ്രിവാൾ നൽകിയ മറുപടി നരേന്ദ്രമോദി ഇട്ടിരിക്കുന്ന കോട്ടിന്റെ വില അത്രത്തോളം വരില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തിരിച്ചൊരു മറുപടി നൽകിയത്. ഞാൻ അത് സൂചിപ്പിച്ചുവെന്നേ ഉള്ളൂ. ആന്റണി ജോർജ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏതായാലും അത്തരത്തിൽ BJP ഈ വികസന മുരടിപ്പുകളും ഈ അഴിമതിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാക്കി തന്നെ കൊണ്ടുപോകുന്നത്. അതിന്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധികം മാസങ്ങളാകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ഒറ്റ സീറ്റും നേടാൻ കഴിഞ്ഞില്ല. ഉള്ള സീറ്റുകളെല്ലാം തന്നെ ഏഴും BJP നേടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഈ അന്നത്തെ അതേ തന്ത്രം തന്നെ ഇത്തവണയും പ്രയോഗിക്കുകയാണ്. മാത്രമല്ല കൂടുതൽ വികസന പദ്ധതികൾ ഡൽഹിക്ക് നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അതാണ് 12,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ. നമോ ഭാരത് ട്രെയിൻ, ഒരു പുതിയ ട്രെയിൻ തന്നെ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ മെട്രോ റെയിലിന്റെ കുറച്ചുകൂടി നീളം, ഏതാണ്ട് 22 കിലോമീറ്ററോളം മെട്രോ റെയിൽ പിന്നെയും നീട്ടാനുള്ള ഒരു തീരുമാനം. മാത്രമല്ല അത്തരത്തിൽ കാർഷിക ഗവേഷണ കേന്ദ്രമടക്കം നിരവധി പദ്ധതികൾ, 12,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ മാത്രം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ഡൽഹിക്കൊപ്പമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം
പ്രവർത്തനമാണ് അവിടെ മോദി നടത്തുന്നത്. അത്തരത്തിൽ അഴിമതി ആരോപണങ്ങൾ, അതുപോലെ തന്നെ വികസന മുരടിപ്പ്, വികസനത്തിന് വേണ്ടി കേന്ദ്രത്തിന്റെ കൂടുതൽ പദ്ധതികൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവിടെ BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ മുന്നേറ്റം BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തിരിച്ചടിയാണ് അവിടെ BJPക്ക് നേരിടേണ്ടി വന്നത്. ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വെറും 3 സീറ്റുകളിലേക്ക് BJPക്ക് ഒതുങ്ങേണ്ടി വന്നു. പക്ഷെ കഴിഞ്ഞ തവണ കുറച്ചുകൂടി 2020 BJP അവിടെ നില മെച്ചപ്പെടുത്തി 8 സീറ്റുകളിലേക്ക് എത്തി. പിന്നീട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും പ്രതികൂല സാഹചര്യമൊക്കെ BJPയെ സംബന്ധിച്ച് രാജ്യത്തടക്കമുണ്ടായ ഘട്ടത്തിലാണ് അവിടെ തലസ്ഥാനത്ത് തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ ഡൽഹിയിൽ 7 സീറ്റും നേടാൻ BJPക്ക് കഴിഞ്ഞത്. അത്തരത്തിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയമടക്കം വലിയ ആത്മവിശ്വാസമായി അവർ കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആരോപണങ്ങളും ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ജോർജ്, ഇപ്പോൾ സമയം വൈകിട്ട് 4 മണി കഴിഞ്ഞ് 17 ആയിരിക്കുന്നു. ഡൽഹിയെ സംബന്ധിച്ചിട്ട് ഈ ജനുവരി മാസം എന്ന് പറയുന്നത് വലിയ മൂടൽമഞ്ഞിൻ്റെയും അന്തരീക്ഷ മലിനീകരണത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ തന്നെ വൈകിട്ടായാൽ തന്നെ മൂടൽമഞ്ഞ് വീണ്ടും ശക്തമാവുന്ന രീതിയിലുള്ളൊരു അവസ്ഥയുമാണ്. പക്ഷേ ഫെബ്രുവരി 5-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും കാലാവസ്ഥയ്ക്ക് ചെറിയ മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രാഷ്ട്രീയ കാലാവസ്ഥയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസമായിട്ട് അരവിന്ദ് കെജ്രിവാൾ ഒരു പദയാത്രയിലാണ്. മുഖ്യമന്ത്രി സ്ഥാനം അതിഷിയെ ഏൽപ്പിച്ചതിന് ശേഷം നടത്തിക്കൊണ്ടുവരുന്ന പദയാത്രയിൽ വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ ലഭിക്കുന്നു. അത് ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഫെബ്രുവരി 5-ന് നടക്കുന്ന വോട്ടെടുപ്പ് പ്രക്രിയയെ? തീർച്ചയായും ഈ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം കാര്യങ്ങളെ, പ്രത്യേകിച്ച് ഈ സർക്കാരിനെതിരെയുണ്ടായ ഈ വ്യാജ അഴിമതി കേസുകൾ, അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള അതിക്രമങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പദയാത്ര, മാത്രമല്ല ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പദയാത്രയാണ് നടത്തുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളോട് നേരിട്ട് സംവദിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയ ആ ഘട്ടത്തിലാണ് ആ ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തി ഈ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാർ BJP അടക്കം ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ഇത്തരത്തിൽ വേട്ടയാടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വോട്ട് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതായാലും ആം ആദ്മി പാർട്ടി ഇക്കാര്യത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് നിലവിലുള്ളത്. അതിഷി മെർലേനയെ മുന്നിൽ നിർത്തി തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ ആം ആദ്മി പാർട്ടി നേരിടാൻ പോകുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വനിതാ മുഖമാണ്, മാത്രമല്ല അവർ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലൊക്കെ വലിയ സ്വാധീനമുള്ള മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരാളാണ്. ഏതായാലും അത്തരത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങളെ ഉയർത്തി കാട്ടി കൂടുതൽ ജനങ്ങളിലേക്ക് നേരിട്ടെത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്ര രീതിയാണ് ആം ആദ്മി പാർട്ടി ഉപയോഗിക്കുന്നത്. ഏതായാലും അത് ഫലം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവരെ സംബന്ധിച്ച് ഉള്ളത്. അവരുടെ ആത്മവിശ്വാസത്തിന് കാരണവും അത് തന്നെയാണ്. ആന്റണി, ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് തീയതി അടക്കമുള്ളവ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ കമ്മീഷണർ രാജീവ് സംസാരിച്ചത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് തീയതി അടക്കമുള്ളവ പ്രഖ്യാപിച്ചത്. അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിട്ട് ഉയർന്നിട്ടുള്ള അവർക്ക് നേരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ ഒന്നൊന്നായിട്ട് എതിർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഏതൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത്? തീർച്ചയായും കഴിഞ്ഞ ഈ മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ഘട്ടത്തിൽ പ്രതിപക്ഷമടക്കം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ വോട്ടെണ്ണലടക്കം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഈ ഫലങ്ങളിലടക്കം അട്ടിമറി ഉണ്ടാകുന്നുണ്ട്. EVM മെഷീനിലെ അടക്കം അട്ടിമറി നടക്കുന്നു, അതിൽ ചില തിരിമറികൾ നടക്കുന്നു, വോട്ടർ പട്ടികയിൽ തിരിമറി നടക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് അടക്കം സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു, ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ട്. ഏതായാലും അതിന് ഇന്ന് എണ്ണി മറുപടി പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയ്തത്. ഇന്ന് പത്രസമ്മേളനം തുടങ്ങിയത് തന്നെ ആ ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ജനാധിപത്യത്തിൽ ചോദ്യം ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്, പക്ഷേ അത് അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ നടത്തുന്നതിനുള്ള അവകാശമല്ല. ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം കൃത്യമായ സുതാര്യതയോട് കൂടിയാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് മുതൽ അത് പ്രസിദ്ധീകരിക്കുന്നത് വരെ കൃത്യമായി തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് സുതാര്യമായി തന്നെയാണ് നടപ്പാക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് പാർട്ടികളുടെ പങ്കാളിത്തം, രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിൽ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. അതിൽ ഈ ആളുകളെ ചേർക്കുന്നതും ഒഴിവാക്കുന്നതും അടക്കം കൃത്യമായി തന്നെ സുതാര്യമായി തന്നെയാണ് തങ്ങൾ നടപ്പാക്കുന്നത്. അതിൽ മറ്റൊരു തിരിമറിയും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ച ആദ്യത്തെ ഒരു കാര്യം. മാത്രമല്ല ഈ EVM മെഷീനുമായി ബന്ധപ്പെട്ട, വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി പ്രതിപക്ഷം
പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ആരോപണം. പക്ഷേ അത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയാണ്. അത്തരത്തിൽ വോട്ടിംഗ് മെഷീനിൽ ഒരു തരത്തിലുമുള്ള തിരിമറിക്കും സാധ്യതയില്ല, അത് ഹാക്ക് ചെയ്യാൻ കഴിയില്ല. സുപ്രീം കോടതി തന്നെ അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. അല്ലാത്തതിന് ഇതിൽ ഹാക്കിംഗ് നടന്നു അല്ലെങ്കിൽ ഇതിൽ തിരിമറി നടന്നു എന്ന് പറയുന്നതിന് ഒരു തെളിവും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. മാത്രമല്ല ഈ വോട്ടർമാർക്ക് ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ധാരണയുണ്ട്. അവർ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് 2020 ശേഷം 30 തിരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളാണ് അധികാരത്തിൽ വന്നത്. നേരത്തെ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം അവിടെ BJPക്ക് അനുകൂലമായി ഫലങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് മറുപടിയായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 2020 മുതൽ നടന്ന 30 തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളാണ് അധികാരത്തിൽ വന്നത്. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ അവർ അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ഈ തിരിമറി നടന്നു എന്നുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തിരിമറി നടന്നു എന്ന് പറയാൻ കഴിയുക എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഓരോ ആരോപണങ്ങളും എണ്ണി അതിന് കൃത്യമായി മറുപടി പറഞ്ഞ് തള്ളുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആന്റണി ജിസ് ജോർജാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ന് ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഫെബ്രുവരി 5 എന്നറിയിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപായിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണങ്ങൾക്ക് ഏത് രീതിയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മറുപടി നൽകിയത് എന്ന് വ്യക്തമാക്കുകയായിരുന്നു ആന്റണി ജിസ് ജോർജ്. എല്ലാ തെരഞ്ഞെടുപ്പുകളും സുതാര്യമായിട്ടാണ്, ചട്ടപ്രകാരമാണ് നടക്കുന്നത്. അത് പ്രകാരം തന്നെയാണ് വോട്ടർമാരെ ചേർക്കുന്നതും ഒഴിവാക്കുന്നതും എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. EVM മെഷീനിൽ അട്ടിമറി നടത്താനും ഹാക്ക് ചെയ്യാനും ഒരു കാരണവശാലും സാധിക്കില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ്